വിസ്മയ, വിഭജിക, അതുല്യ. ലിസ്റ്റ് നീളാതിരിക്കട്ടെ. സമാനമായ ഒത്തിരി കേസുകൾ ഞങ്ങൾക്ക് ഡെയിലി കൗൺസിലിംഗ് സെഷൻസിൽ വരാറുണ്ട്, പ്രത്യേകിച്ച് നാർസിസ്റ്റിക് അബ്യൂസ്. അവരെയൊക്കെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇവയെല്ലാം ആത്മഹത്യയാണോ അതോ കൊലപാതകങ്ങളോ? ഞാൻ സ്വാതി ചന്ദ്രൻ, ബോധയിലെ ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോ നമുക്ക് ഇത്തരത്തിലുള്ള കേസുകൾ നിത്യേന കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പല തരത്തിലുള്ള അബ്യൂസുകളാണ് ഇവർ സഹിക്കേണ്ടി വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തരം അബ്യൂസ് ആണ് ഇമോഷണൽ അബ്യൂസ്. കാരണം എന്തെന്ന് വെച്ചാൽ, മറ്റ് ഫിസിക്കൽ അബ്യൂസ് ആകട്ടെ, വെർബൽ അബ്യൂസ് ആകട്ടെ, നിങ്ങൾക്ക് കേൾക്കാനോ അല്ലെങ്കിൽ അടയാളങ്ങളോ കാണും. പക്ഷെ ഇമോഷണൽ അബ്യൂസ് അടയാളങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഇമോഷണൽ അബ്യൂസ് ശാരീരികമായി അല്ലാതെ മാനസികമായി ഒരു വ്യക്തിയെ തകർക്കാനോ ഒറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ ഉപയോഗിക്കുന്ന ശ്രമങ്ങളെയാണ് നമ്മൾ ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോ അതിനെപ്പറ്റി സംസാരിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഈ സ്ത്രീ അനുഭവിച്ചത് ഒരു ഇമോഷണൽ അബ്യൂസ് ആണെന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന്റെ പാർട്ട്ണർ മീഡിയയ്ക്ക് നൽകിയിട്ടുള്ള ന്യൂസിൽ അദ്ദേഹം കൃത്യമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഇമോഷണൽ അബ്യൂസ് ആണ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സതീഷ് മീഡിയയ്ക്ക് കൊടുത്ത വീഡിയോ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിത്യേന വരുന്ന നാർസിസ്റ്റിക് അബ്യൂസിലുള്ള ക്ലയൻസിന്റെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള അബ്യൂസേഴ്സിന്റെ വീഡിയോ ഞങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഇത്തരത്തിലുള്ള സതീഷുമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം, ആ സ്ത്രീ മരിച്ചിട്ട് പിറ്റേ ദിവസമാണ് അദ്ദേഹം മീഡിയയ്ക്ക് ഈ ഒരു ന്യൂസ് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് എന്തോ ഒരു ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ് അയാൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബ്ലെയിം ഷിഫ്റ്റിംഗ് അതായത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ തന്റെ തെറ്റുകൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക, ബ്ലെയിം മൊത്തം മറ്റൊരാൾക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുക. അയാൾ അതുല്യനെ വിവാഹം കഴിച്ചതിന് ശേഷം അയാളുടെ അമ്മയെ കണ്ടിട്ടില്ല, സഹോദരങ്ങളെ കണ്ടിട്ടില്ല, സുഹൃത്തുക്കളെ കണ്ടിട്ടില്ല. ഇതിനെല്ലാം കാരണം അതുല്യാണ്. അതുല്യക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷെ 11 വർഷം ആ ബന്ധം മുന്നോട്ട് പോയി. നിങ്ങളുടെ നിത്യജീവിതത്തിൽ അത്രത്തോളം ഇടപെടുന്ന ഒരു വ്യക്തിയെ ആരും ജീവിതത്തിൽ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കില്ലല്ലോ. പക്ഷെ അവരുടെ മേൽ ഒരു കുറ്റവുമില്ല, പക്ഷെ എല്ലാം ചെയ്തത് അതുല്യയാണ്. കൂടാതെ അവർ പ്രഗ്നന്റ് ആയിരുന്നു, അവർ അബോർട്ട് ചെയ്തു. വെറുതെ അല്ല, എന്റെ പെർമിഷൻ ഇല്ലാണ്ട് അബോർട്ട് ചെയ്തു. ഒരു സ്ത്രീക്ക് തന്റെ വയറ്റിലുള്ള ഗർഭം ചുമക്കണമോ വേണ്ടയോ എന്ന തീരുമാനം പോലും എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതിനും അവരുടെ പെർമിഷൻ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും കൃത്യമായിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഉടനെ വന്നുള്ള ബ്ലെയിം ഷിഫ്റ്റിംഗ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മദ്യപിച്ചു, അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാനൊരു രോഗിയാണ്, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ അതുകൊണ്ട് അവരെ മർദ്ദിച്ചു. അതെല്ലാം വളരെ നോർമൽ ആയിട്ടാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ദിസ് ഈസ് ബ്ലെയിം ഷിഫ്റ്റിംഗ്. അതായത് ഒരു റെസ്പോൺസിബിലിറ്റിയും സ്വയം ഏറ്റെടുക്കാതെ, ഒന്നിന്റെയും റെസ്പോൺസിബിലിറ്റി തന്റേതാണെന്ന് പറയാതെ പങ്കാളിയിലേക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റിയും കൊണ്ടെത്തിക്കുക, എല്ലാത്തിനും കാരണം അവരാണെന്ന് പറയുക. ക്രമേണ പങ്കാളി പോലും വിശ്വസിക്കാൻ തുടങ്ങും ഞാനാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. അതാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന ഇമോഷണൽ അബ്യൂസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഇമോഷണൽ അബ്യൂസ് ഇത്രയും അപകടകാരിയാവാനുള്ള കാരണം നിങ്ങൾക്കറിയാമോ? ഇത് വെർബൽ മാത്രമല്ല, നോൺ വെർബൽ കൂടിയാണ്. അതായത് വെർബൽ ആയിട്ടുള്ള ഇമോഷണൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും പേര് വിളിക്കുക, അപമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുക, അഗ്രസീവായിട്ട് പെരുമാറുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നോൺ വെർബൽ ആയിട്ട് സൈലന്റ് ട്രീറ്റ്മെന്റ് തരിക, ആംഗ്യങ്ങൾ കാണിക്കുക. എനിക്ക് ഓർമ്മ വരുന്ന ഒരു കേസ് ഉണ്ട്. അതായത് എന്റെ ഒരു സെഷനിൽ വന്നൊരു കേസാണ്. അപ്പൊ അവിടെ പറയുന്നത്, ആ സ്ത്രീ പറയുന്നത് അവരെ നോക്കിയിട്ട് ഇയാൾ ഗോഷ്ടിയൊക്കെ കാണിക്കും. ഇവർ മറ്റുള്ളവരെ വിളിച്ചിട്ട് ഇതാ നോക്കൂ എന്നെ നോക്കി ഗോഷ്ടി കാണിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾ വളരെ പാവം പോലെ ഇരിക്കും. എന്തൊരു ദുഷ്ടത്തരമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ അനുസരിച്ച് ഉറപ്പായിട്ടും മറ്റേ മനുഷ്യർ റിയാക്ഷൻസ് വരും. എടുത്തു പറയേണ്ട ഒരു ഇമോഷണൽ അബ്യൂസ് ഉണ്ട്. അതായത് ഈ വെർബൽ അബ്യൂസിൽ വരുന്ന ഒരു ഇമോഷണൽ അബ്യൂസ് ഉണ്ട്. പങ്കാളിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് അവരെ കണ്ടിന്യൂസ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക. നീ ഈ ജോലി ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, നിനക്കൊന്നിനും കഴിവില്ല, നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഓരോ കാരണവശാലും നീ നന്നാവരുത്, നിനക്ക് കഴിവില്ല എന്ന് നിന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക. അവർക്ക് വേണ്ടി കുറച്ച് സജഷൻസ് ഒക്കെ കൊടുക്കുക. ഈ സജഷൻസ് കൊടുക്കുമ്പോൾ മറ്റേ ആൾക്ക് തോന്നും, ഇയാൾ എന്തോ വലിയ ആളാണ്, ഇയാൾ എനിക്ക് സജഷൻസ് ഒക്കെ തരുന്നുണ്ടല്ലോ എന്ന്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അവമതി തോന്നുന്ന ഉപദേശങ്ങളാണോ അവയെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അവ ജീവിതത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന ഒന്നാണെങ്കിൽ കൃത്യമായിട്ടും അത് നിരസിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. വളരെയധികം കാണുന്ന എന്നാൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഇമോഷണൽ അബ്യൂസ് ആണ് ഡിനൈങ്. ഡിനൈങ്ങിൽ തന്നെ ഒരു 3 എണ്ണം വരും. അതിലൊന്ന് വിത്ത്ഹോൾഡിംഗ് ആണ്, രണ്ടാമത്തെ ഇൻവാലിഡേറ്റിംഗ് ആണ്, മൂന്നാമത്തെ കൗണ്ടറിംഗ് ആണ്. ഇൻവാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇമോഷൻസ് കാണും, ഇതിനൊക്കെ കൃത്യമായിട്ട് ഇൻവാലിഡേറ്റ് ചെയ്ത് കളയും. ഇതിനൊരു വാലിഡേഷനും ഇവർ തരില്ല. രണ്ടാമത്തെ എന്ന് പറയും വിത്ത്ഹോൾഡിംഗ് ആണ്. നിങ്ങളെ സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഇവർ തരാതിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ ഇറിറ്റേറ്റഡ് ആകും. സൈലന്റ് ട്രീറ്റ്മെന്റ് ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട്
വരുന്നതാണ്. മറ്റൊന്ന് കൗണ്ടറിംഗ് ആണ്. ഇവരുടെ അതേ പോയിന്റ് അല്ല നമ്മൾ പറയുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചമർത്താനായിട്ട് ഇവർ ശ്രമിക്കും. ഈ അടുത്ത് എനിക്ക് വന്നൊരു സെഷനിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യമാണ്, ഒരു ടൈപ്പ് ഓഫ് ഇമോഷണൽ അബ്യൂസ് ആണ് മിനിമൈസിങ് എന്നുള്ളത്. അതായത് കൃത്യമായിട്ടും ആ കുട്ടിക്ക് വിഷമം വരേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ട് നീ വെറുതെ സെൻസിറ്റീവ് ആവുന്നതാണ്, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, നീ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുക. ഇത് കൃത്യമായിട്ടുള്ള ഒരു ഇമോഷണൽ അബ്യൂസ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇമോഷൻസ് വാലിഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ട്രിവലൈസിങ്, ഇത് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങൾ പറയുന്നതൊക്കെ വളരെ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എന്റെ ബർത്ത്ഡേക്ക് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാത്തത്? അത് അത്ര വലിയ കാര്യമാണോ? നിങ്ങൾ എന്താണ് ഞാൻ ചാകാൻ കിടക്കുന്ന നേരത്തെ കുറച്ച് വെള്ളം തരാത്തത്? അതൊക്കെ വലിയ പ്രശ്നമാണോ? ഇങ്ങനെ ചോദിച്ച് എന്ത് കാര്യത്തിനെയും അൺഇമ്പോർട്ടന്റ് ആക്കി മാറ്റി തീർക്കുക. ഇനി ടെററൈസിങ് എന്ന് പറയുന്നൊരു ടൈപ്പ് ഉണ്ട്. പേര് പോലെ തന്നെ നിങ്ങളിൽ അവർ ഭയം ഇൻജക്ട് ചെയ്യും. ആ ഭയത്തിന്റെ പേരിൽ നിങ്ങൾ അവർക്കെതിരെ ഒന്നും ചെയ്യില്ല. അവിടെ നിങ്ങൾ അവർ ശാരീരികമായിട്ടൊന്നും ഉപദ്രവിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. നിങ്ങളെ മാനസികമായിട്ട് അവർ നന്നായിട്ട് പേടിപ്പിച്ചിട്ടായിരിക്കും നിർത്തുക. പിന്നെ ഒന്നാണ് ഒബ്ജക്ടിഫിക്കേഷൻ. സ്ത്രീകൾ ഇപ്പോൾ ഒരു തരത്തിലുള്ള അബ്യൂസിൽ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുക എന്നുള്ളത്. പുരുഷൻ എന്തൊക്കെയോ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒബ്ജക്റ്റ് ആയിട്ടാണ് ചില സ്ത്രീകൾ പോലും അവരെ കാണുന്നത്. അപ്പൊ ഈ ഒബ്ജക്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് നിന്റെ ശരീരം ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, മറ്റ് സ്ത്രീകളുടെ ശരീരം അങ്ങനെയല്ല ഇരിക്കുന്നത്, നീ ആ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിലേക്കൊക്കെ വരണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവരുടെ സെൽഫ് എസ്റ്റീം തന്നെ പാടെ തകർത്ത് കളയും. നിങ്ങളുടെ ശരീരത്തെ പോയിട്ട് നിങ്ങളുടെ മനസ്സിനെ പോലും നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് പറ്റാതെ വരും. മീഡിയയിലൂടെ പ്രചരിച്ച അതുല്യയുടെ വോയിസ് റെക്കോർഡിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൽ അവർ പറയുന്നുണ്ട് ഇയാൾക്ക് സംശയമാണെന്ന്. അത് സംശയമല്ല, അതാണ് ഇമോഷണൽ അബ്യൂസിന്റെ മറ്റൊരു ഭാവം. അതായത് ഓവർ പൊസസീവ്നെസ് അല്ലെങ്കിൽ ജലസി. ഇത് എന്റെ പ്രോഡക്റ്റ് ആണ്, ഈ വസ്തുവിനെ മറ്റാരും കാണാൻ പാടില്ല, ഇവർക്ക് വർക്ക് ചെയ്യാൻ പാടില്ല, സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, എന്തിനാ സൈക്കോളജിസ്റ്റിനെ പോലും മീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ സ്ത്രീ ആയാലും പുരുഷനായാലും വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ സൈഡാണ് പറയുന്നതെങ്കിൽ വീണ്ടും വീണ്ടും കൊണ്ടുവരും. അതല്ല എങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരത്ര പോരാ, നീ അവിടെ പോകണ്ട, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് എന്റെ വില നീ കുറച്ച് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു കൗൺസിലിംഗ് തന്നെ വേണമെങ്കിൽ ഇവർ നിർത്തിച്ചേക്കാം. ഇമോഷണൽ അബ്യൂസ് ചെയ്യുന്നവരുടെ ടാക്ടിക്സ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന്, ഇവർ നിങ്ങളെ എല്ലാത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യും. അത് വർക്കിൽ നിന്നാകാം, ഫാമിലിയിൽ നിന്നാകാം, ഫ്രണ്ട്സിൽ നിന്നാകാം, കെയർ പ്രൊവൈഡേഴ്സ് എന്ന് വരെ ആകാം. രണ്ടാമത്തത്, ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ജലസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര പൊസസീവ് ആയിട്ട് കാണിക്കും. മറ്റൊരു ബന്ധമുണ്ട് എന്നുള്ള സംശയം വരെ പറയും. അപ്പോൾ ഈ ഒരു ടാക്ടിക്കും ഇവർ യൂസ് ചെയ്യുന്നതാണ്. മൂന്ന്, വല്ലാതെ നിങ്ങളെ ത്രെട്ടൻ ചെയ്യും, വല്ലാതെ പേടിപ്പിക്കും, ഭീഷണിപ്പെടുത്തും, അങ്ങനെയുള്ള ടാക്ടിക്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. നാല്, കുട്ടികളെ ഉപയോഗിച്ച് നിങ്ങളെ കൺട്രോൾ ചെയ്യും. നീ ഈ ഒരു തീരുമാനം എടുത്താൽ നിന്റെ കുട്ടികളാണ് സഫർ ചെയ്യുക. എനിക്ക് മിക്ക സെഷൻസിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പോയാൽ ഈ കുട്ടികളാണ് അനുഭവിക്കുക എന്നുള്ളത്. അപ്പൊ സ്ത്രീകൾ ഇത് പേടിച്ചിട്ട് ഈ റിലേഷൻഷിപ്പിൽ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പൊ മനസ്സിലാക്കുക, ഡിവോഴ്സ് വഴി നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധം മാത്രമാണ് തീരുന്നത്. എങ്ങനെയാണ് കുട്ടിയുമായിട്ടുള്ള ബന്ധം തീരുന്നത്? അപ്പൊ കുട്ടി എന്ത് അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രമാണ് ഇവർ കാണുന്നത്. പ്രധാനമായിട്ടും ഇവർ ഉപയോഗിക്കുന്ന രണ്ട് ടാക്ടിക്കുകൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒരു ഇൻഫർമേഷൻസും ഷെയർ ചെയ്യാനായിട്ട് ഇവർ അനുവദിക്കില്ല. മറ്റൊന്നെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടൈം, സ്പേസ് അല്ലെങ്കിൽ ഫിനാൻസ് എന്നിവയെ കൺട്രോൾ ചെയ്യും. ഇതുവഴി നിങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോ നടന്ന അതുല്യയുടെ വിഷയത്തിൽ നമുക്കിതൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ കുട്ടീനെ ഫിനാൻഷ്യലി കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ടൈം, സ്പേസ് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുന്നതിന് അവരുടെ വയറ്റിൽ ചവിട്ടി എന്നൊക്കെ ഉള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണെങ്കിൽ പോലും അവരുടെ വായിൽ നിന്ന് തന്നെ ഒരു വോയിസ് റെക്കോർഡ് വഴി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അയാൾക്ക് ജലസി ആണെന്ന് ആ പാവം പെൺകുട്ടി പറയുന്ന ഒരു ഓഡിയോ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അയാളുടെ വായിൽ നിന്ന് തന്നെ ഒരു കാര്യം വന്നിട്ടുണ്ട്, അവൾക്ക് അവളുടെ ഫ്രണ്ട്സ് ആണ് വലുത് അല്ലെങ്കിൽ ഫാമിലിയാണ് വലുത്, അവരോട് ചോദിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഒരു ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും ഇവർക്ക് സഹിക്കാൻ പോലും പറ്റുന്നതല്ല. ഇത്തരത്തിലുള്ള കേസുകളിൽ പൊതുവായി നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഇതിൽ നിന്നും രക്ഷപ്പെടാത്തത്? ഇത്രയും വർഷത്തെ അബ്യൂസുകൾ എന്തിനാണ് നേരിടുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഡബിൾ ഡിസെപ്ഷൻ ആണ്. അതായത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, പ്രണയബന്ധമോ വിവാഹബന്ധമോ ഒക്കെ ആകട്ടെ, അതിലോട്ട് കയറുന്ന ഒരു സമയത്ത് ഇവർക്ക് ലവ് ബോംബിംഗ് എന്നൊരു ഫേസ് ആണ് അനുഭവിക്കേണ്ടി വരിക. ആ ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഭയങ്കര സ്നേഹം കാണിക്കുക, ഇടയ്ക്ക് വളരെ സ്ലൈറ്റ് ആയിട്ട് ഇന്റർമീഡിയന്റ് ആയിട്ട് മാത്രമാണ് ഇമോഷണൽ അബ്യൂസ് ഇവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേ സ്നേഹം കാണുമ്പോൾ ഇവരിത് നിരാകരിക്കുകയും ഇമോഷണൽ അബ്യൂസിന്റെ സയൻസ് തീർത്തും അവഗണിക്കുകയും ചെയ്യും. പിന്നെ പോകെ പോകെ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഇമോഷണൽ അബ്യൂസ് അനുഭവിക്കേണ്ടി വരും. ആ ഒരു സമയത്ത് ഇവരുടെ സെൽഫ് എസ്റ്റീം നശിച്ചിട്ടുണ്ടാകും. സോ ഇവർ വിചാരിക്കുന്നത് ഇവരുടെ എന്തോ പ്രശ്നം കൊണ്ടാണ് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. സോ വീണ്ടും പഴയ ആ ഒരു സ്നേഹം ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ തന്നെ പറ്റിക്കുന്നതാണെന്ന് അറിയാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുകയുമില്ല. ഇത്തരം റിലേഷൻഷിപ്പുകൾ ഇവർ കണ്ടിന്യൂ ചെയ്യുന്ന മറ്റൊരു കാരണം അറ്റാച്ച്മെന്റിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. സാധാരണ റിലേഷൻഷിപ്പ് പോലെ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കില്ല ഇവർക്കുള്ളത്. കണക്ഷൻ
കണക്ഷൻ വിത്ത് ഡിസ്കണക്ഷൻ എന്നൊരു അവസ്ഥയായിരിക്കും. അതായത് ചില നേരത്ത് ഭയങ്കര സ്നേഹമായിരിക്കും, പിന്നീട് ചില സമയത്ത് ഒരു കോണ്ടാക്ട് ഇല്ല, സൈലന്റ് ട്രീറ്റ്മെന്റ്, വഴക്ക്, പ്രശ്നം. വിക്ടിം ആകെ കൺഫ്യൂസ്ഡ് ആകും. ഇയാൾക്ക് എന്നോട് സ്നേഹമുണ്ടോ സ്നേഹമില്ലേ എന്നിവർക്ക് മനസ്സിലാവുക പോലുമില്ല. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ആളുകൾ തുടരുന്നതിന്റെ പ്രധാന കാരണം ട്രോമ ബോണ്ടിങ് തന്നെയാണ്. എന്താണ് ഈ ട്രോമ ബോണ്ടിങ്? ട്രോമ ബോണ്ടിങ് ഒരു 4 ഫേസിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ടെൻഷൻ ബിൽഡിംഗ് ആണ്. അതായത് ഇദ്ദേഹത്തിന്, അതായത് ഈ അബ്യൂസറിന് കൃത്യമായിട്ട് അറിയാം തനിക്ക് അത്രത്തോളം നല്ല വ്യക്തിത്വമൊന്നും ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇയാൾ വളരെയധികം ടെൻസ്ഡ് ആണ്. അപ്പോൾ കുറച്ച് നല്ല ക്യാരക്ടറുള്ള, എംപത്തറ്റിക് ആയിട്ടുള്ള, സ്നേഹം കിട്ടുന്ന ആളുകളെ ഇയാൾ ഓവർലി അറ്റാച്ച്ഡ് ആകും. ഇയാൾക്ക് അവരുടെ ക്യാരക്ടറിനോട് വലിയ താല്പര്യവും തോന്നും. പക്ഷെ ഇയാളിലുള്ള ഈഗോ അത് അംഗീകരിക്കാൻ റെഡിയല്ല. അപ്പോൾ ഇയാൾ കാരണം അവര് പോകുമോ എന്നുള്ള ടെൻഷൻ അയാൾക്കുണ്ട്. അതിന് പകരം ഇവരൊരു ബാഡ് പേഴ്സൺ ആണ്, ഇവർ അത്ര കൊള്ളില്ല, ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ഇയാൾ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് ഫസ്റ്റ് ഫേസ്, ടെൻഷൻ ബിൽഡിംഗ് ഫേസ്. രണ്ടാമത്തെ ഫേസ് ആണ് ഇൻസിഡന്റ്. അതായത് ഇവരുടെ മനസ്സിൽ ഈ വ്യക്തിയോട് നല്ല പകയായിരിക്കും, അബ്യൂസറിന് വിക്ടിമിനോട് നല്ല പകയായിരിക്കും. തന്നെ അവർ ഇട്ടിട്ട് പോകുമോ എന്നുള്ള ഭയത്തിൽ നിന്നും ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബാഡ് പേഴ്സൺ ഇമേജ് വെച്ചിട്ട് അവരെ മാനസികമായും ശാരീരികമായും ഒക്കെ ഇയാൾ ഉപദ്രവിക്കാൻ തുടങ്ങും. എന്നിട്ട് ഇയാളുടെ ഈഗോനെ ഇയാൾ അങ്ങ് സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് വിചാരിക്കും. ഇയാൾ അവരെ വേണ്ടാത്തത് കൊണ്ട് ഇയാൾ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അയാളുടെ ഈഗോനെ അയാൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഇൻസിഡൻസ് ക്രിയേറ്റ് ചെയ്യും. മൂന്നാമത്തെ ഫേസ് ആണ് റീകൺസിലിയേഷൻ. അതായത് ആക്ച്വലി ഈ വിക്ടിം ആയിരിക്കില്ല ഇയാൾ ഡിപ്പെൻഡന്റ്, ഇയാളാണ് വിക്ടിമിൽ ഡിപ്പെൻഡന്റ്. കാര്യം വിക്ടിമിന് ഇയാൾ ഇല്ലാണ്ട് നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടുത്തെ റിയാലിറ്റി. പക്ഷെ ഇയാൾക്ക് അബ്യൂസ് ചെയ്ത് അയാളുടെ ജീവിതം സുഗമമാക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് വിക്ടിം. ഈ വിക്ടിം ഇയാളുടെ സ്വഭാവം കാരണം പോകുമോ എന്നുള്ള ടെൻഷൻ അയാൾക്ക് ഈ റീകൺസിലിയേഷൻ ഫേസിൽ വരും. ആ സമയത്ത് കുറെ ഫേക്ക് പ്രോമിസസ് കൊടുക്കുകയും കൗൺസിലിങ്ങിന് പോകാൻ റെഡിയാണെന്ന് പറയുകയും ഈ മേലാൽ ഇത് ആവർത്തിക്കില്ല എന്ന് പറയുകയും ചെയ്യും. നമ്മുടെ സതീഷ് പറഞ്ഞതുപോലെ പുറത്തു പോകാൻ, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല ചേട്ടാ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന ആളെ പിടിച്ചെടുത്ത് വീണ്ടും തിരിച്ചകത്ത് കൊണ്ടുവന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് വീണ്ടും അബ്യൂസ് സ്റ്റാർട്ട് ചെയ്യും. നാലാമത്തെ ഫേസ് ആണ് കാം. കാം ഫേസിൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം നമ്മുടെ വ്യക്തി ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇവരോട് ക്ഷമിക്കാൻ റെഡി ആയിരിക്കും. കാര്യം ഈ മാപ്പ് പറച്ചിലും ഒറ്റുമൊക്കെ അത്രയ്ക്കും അഭിനയമായിരിക്കും. അതുല്യയുടെ അച്ഛൻ പറഞ്ഞതുപോലെ കാല് പിടിച്ച മാപ്പ് പറയുമ്പോഴത്തേക്ക് ഈ കുട്ടി ക്ഷമിച്ചു പോകും. അത്രത്തോളം നല്ല അഭിനയമായിരിക്കും ഇവർ കാഴ്ചവെക്കുക. പക്ഷെ അടുത്തൊരു ടെൻഷൻ ക്രിയേറ്റ് ആകുന്നത് വരെ മാത്രമായിരിക്കും ഈ കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ട്രോമ ബോണ്ടിങ്. കൃത്യമായി നിങ്ങൾക്ക് ട്രോമ കിട്ടിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ ഈ റീകൺസിലേഷൻ ഫേസ് കിടക്കുന്നത് കൊണ്ട് ക്ഷമാപണമൊക്കെ അത്രത്തോളം ഇന്റൻസിറ്റി ഉള്ളതായിരിക്കും. നിങ്ങൾ ഇയാളോട് ക്ഷമിച്ച് വീണ്ടും വീണ്ടും ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും മറ്റൊരു ഫാക്ടറും കൂടി ഈ ബന്ധങ്ങളിൽ നിന്ന് പോവാതിരിക്കാനുണ്ട്. അത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ്. അതായത് ഇവരെ ഒരുപക്ഷെ പല സമയത്തും ആളുകൾ രക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷെ വീണ്ടും ഈ റീകൺസിലേഷൻ പോലുള്ള നാടകങ്ങൾ കാണുമ്പോൾ ഇവർ തിരിച്ച് വീണ്ടും ഇയാളോട് വന്ന് യോജിച്ചിട്ടുണ്ടാകും. ഇനി ആരും തന്നെ സഹായിക്കാനില്ല, തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതായത് ഈ അതുല്യയുടെ കേസിൽ അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ വേറെ ബെഡ് സ്പേസ് ഒക്കെ എടുത്ത് പൊയ്ക്കോളാം എന്ന് ആ കുട്ടി പറയുന്നുണ്ടെന്ന്. പക്ഷെ അത് സമ്മതിക്കില്ല. അപ്പൊ എന്തൊക്കെ ചെയ്താലും വീണ്ടും ഇവിടെ തന്നെ വന്നിരിക്കേണ്ടി വരും, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടലില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. അതാണ് ഈ 10ഉം 11ഉം വർഷമൊക്കെ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത്. കാര്യം അവർക്ക് തോന്നും എനിക്കിനി ഇവിടുന്ന് രക്ഷയില്ല, എങ്കിൽ പിന്നെ ഇവിടെ തന്നെ അങ്ങ് ജീവിക്കാം. മറ്റൊരാളിലോ മറ്റു മനുഷ്യരിലോ ഇവർക്ക് ട്രസ്റ്റ് ഇല്ലാണ്ടാകും. അപ്പൊ എവിടെ പോയാലും ഞാൻ ഇനി അനുഭവിക്കുകയുള്ളൂ, അതിലും ഭേദം ഇവിടെ കിടന്ന് അനുഭവിക്കാം എന്ന് ഇവർ വിചാരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. സതീഷിന്റെ വീഡിയോയും അതുല്യയുടെ വോയിസും കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എത്രത്തോളം മാനസിക ശാരീരിക പീഡനങ്ങളാണ് ആ കുട്ടി അനുഭവിച്ചുകൊണ്ടിരുന്നതെന്ന്. അയാൾ തന്നെ പറയുന്നുണ്ട്, ആ കുട്ടി അബോർട്ട് ചെയ്തതിന്റെ പേരിൽ നിത്യേന എപ്പോഴും മദ്യപിച്ചിട്ട് അയാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പോവാൻ ശ്രമിച്ചിട്ട് പോലും അതിനെ പോവാൻ സമ്മതിക്കാതെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, എങ്കിൽ വിട്ടുകൂടായിരുന്നു, പിന്നെ എനിക്കാരാണ്, അതായത് എന്റെ സുഖത്തിന് വേറെ ആരാണ്, എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവൾ ഇവിടെ തന്നെ നിൽക്കണം, അവൾ ഇവിടെ തന്നെ ഉണ്ടാകണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അയാൾ അതിൽ പറയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ആ കുട്ടി മാനസികമായും ശാരീരികമായും ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുല്യയുടെ പാരന്റ്സിന്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു. അവർ പറയുന്നുണ്ട്, 17ാമത്തെ വയസ്സിൽ വന്ന് ഈ കുട്ടിയെ പ്രപ്പോസ് ചെയ്ത് കല്യാണം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് ലവ് ബോംബ് ചെയ്ത് 19ാമത്തെ വയസ്സിൽ ഇയാളുടെ പാർട്ണർ ആവുകയാണ് ഈ കുട്ടി. ഇപ്പോൾ 29ാമത്തെ വയസ്സിൽ അവർ മരണപ്പെടുകയും ചെയ്തു. അത്രയും വർഷം അവർ നിരന്തരമായ അബ്യൂസ് തന്നെയാണ് അനുഭവിച്ചിട്ടുള്ളത്, രക്ഷകർത്താക്കൾ ഉൾപ്പെടെ പറയുന്നു. സതീഷ് ഒരു നൽകിയ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് അബോർഷന്റെ കേസിൽ അയാൾക്ക് വളരെയധികം വിഷമമുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടുണ്ടായ കുട്ടിയാണെന്ന് അയാൾ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് എടുത്തിരുന്നത് അൺപ്ലാൻഡ് പ്രഗ്നൻസി ആണെന്ന്. ഒരു അൺപ്ലാൻഡ് പ്രഗ്നൻസി ക്യാരി ഓവർ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു സ്ത്രീയാണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം പോലും അവൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ സതീഷിന് കഴിയുന്നില്ല.
അതുകൊണ്ട് തന്നെ അയാൾ അതുപോലും ആ കുട്ടിയെ കുറ്റപ്പെടുത്താനുള്ള ഒരു ടൂൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കേട്ടിട്ട് കുറെ മനുഷ്യർ ആ പെൺകുട്ടി അയാളെ അറിയിക്കാതെ അബോർട്ട് ചെയ്തത് കൊണ്ടല്ലേ അയാൾക്ക് വിഷമമായെന്നൊക്കെ ചോദിച്ച് ന്യായീകരിക്കുന്നത് കമന്റ് ബോക്സിൽ ഞാൻ കാണാനിടയായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, അൺപ്ലാൻഡ് പ്രഗ്നൻസി ആണെന്ന് അയാൾ തന്നെ പറയുന്ന ഒരു കേസാണത്. ആ കുട്ടിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? അബ്യൂസ് സഹിക്കുന്ന സ്ത്രീകളോട് നിങ്ങൾ ട്രോമ ബോണ്ടിങ്ങിൽ ആണെന്നുള്ള സത്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവരോട് പ്രണയമോ സ്നേഹമോ അല്ല. നിങ്ങളെ മനസ്സിലാക്കാത്ത, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വെച്ച് നിത്യേന നിങ്ങളെ ഉപദ്രവിക്കുന്നവർ നിത്യേന നിങ്ങളോട് ചെയ്യുന്ന ഉപദ്രവമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഒരു പക്ഷെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഒരിക്കലും ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷെ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് എടുക്കാൻ നിങ്ങളെ സഹായിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന എന്തുതരം സ്റ്റിഗ്മയായാലും അതിനേക്കാൾ വലുതാണ് നിങ്ങളുടെ ജീവനും ജീവിതവും എന്ന് മനസ്സിലാക്കുക. അബ്യൂസ് സഹിക്കുന്ന വ്യക്തികളുടെ സുഹൃത്തുക്കൾ മിക്കപ്പോഴും വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരുന്നു, അല്ലെങ്കിൽ അവനോ അവളോ ഇത് ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു എന്നുള്ളത്. ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഇടപെടുന്നതിന് ഒരു പരിമിതി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ഉപദേശങ്ങൾ അവരെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. മറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ കടന്നു പോകുന്നത് കൃത്യമായ ട്രോമ ബോണ്ടിങ്ങിലൂടെയോ PTSDയിലൂടെയോ ഡിപ്രഷൻ പോലുള്ള സിംറ്റംസിലൂടെയോ ഒക്കെ ആയിരിക്കും. അവിടെ നിങ്ങൾ അവരെ സഹായിക്കേണ്ടത് അവർക്ക് കൃത്യമായ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാനുള്ള സഹായം കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് അതിനെപ്പറ്റി അറിയില്ല എങ്കിൽ അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് സ്റ്റിഗ്മയാണെങ്കിൽ ആ സ്റ്റിഗ്മ മാറാനുള്ള സഹായം ചെയ്തു കൊടുക്കുക. പിന്നെ നിർബന്ധമായും നമുക്ക് വേണ്ടത് ആ ലേൺഡ് ഹെൽപ്ലെസ്നെസ് മാറാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെയോ നിനക്ക് വിളിക്കാം എന്നുള്ളൊരു ധൈര്യം അവർക്ക് കൊടുക്കുക. ഇനി സംസാരിക്കാനുള്ളത് രക്ഷകർത്താക്കളോടാണ്. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങൾ അവരെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷയുള്ളവരാണ്. കുറ്റപ്പെടുത്തുകയല്ല. അതുല്യയുടെ അച്ഛൻ പറയുന്നത് കേട്ടു, നാട്ടിൽ എന്ത് വിചാരിക്കും, കല്യാണം മുടങ്ങിപ്പോയെന്നറിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ളത്. നാട്ടുകാർക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ മക്കളെ വളർത്തുന്നത്. അത് വ്യക്തികളല്ലേ, അവർക്ക് വ്യക്തിത്വത്തോട് ജീവിക്കാൻ സാധിക്കണ്ടേ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഈ അടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് എനിക്ക് ശരിയാണെന്ന് തോന്നി. പ്രണയവിവാഹമാണെങ്കിൽ അതിൽ എന്തെങ്കിലും പാളീച്ചകൾ വന്നാൽ അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ ആ ബന്ധം ശരിയല്ലെന്ന്, നീ തിരിച്ചങ്ങ് പോന്നേരെ എന്ന് പറയാൻ ഒരു ധൈര്യം കാണിക്കാറുണ്ട്. പക്ഷേ വിവാഹം നിങ്ങൾ തിരഞ്ഞെടുത്തതാണെങ്കിൽ ആ ധൈര്യം മിക്ക പാരന്റ്സും കാണിക്കാറില്ല. കാര്യം നിങ്ങളുടെ സെലക്ഷൻ തെറ്റാണ് എന്ന് തോന്നുന്നത് കൊണ്ടാകാം, ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാകാം. പ്രണയവിവാഹമോ അറേഞ്ച്ഡ് മാരേജോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മക്കൾക്ക് ധൈര്യമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ ഉണ്ട് എന്നുള്ളത് ധൈര്യം. സന്തുഷ്ടമായി മക്കൾ കുടുംബജീവിതം നയിക്കുന്നു സമൂഹത്തെ ബോധിപ്പിക്കുകയല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. മറിച്ച് നിങ്ങളുടെ മക്കൾക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത്. അവരെന്തെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നുള്ള ധൈര്യം. ഒരു പക്ഷെ നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോയേക്കാം, പക്ഷെ നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ നിങ്ങൾ അവരെ എപ്പോഴും രക്ഷിക്കുന്ന രക്ഷകർത്താക്കൾ തന്നെ ആയിരിക്കും. പലതവണ സഹായിക്കാൻ നോക്കി, പറഞ്ഞു നോക്കി, അനുസരിക്കുന്നില്ല, വീണ്ടും വീണ്ടും ആ ബന്ധത്തിൽ തന്നെ പോവുകയാണ്. അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതി അവരെ ഉപേക്ഷിക്കാതിരിക്കുക. നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഈ ഒരു അവസ്ഥയിലൂടെ ഒരു പക്ഷെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അവർ മനഃപൂർവ്വമല്ല, ട്രോമ ബോണ്ടിങ്ങിലൂടെയോ PTSDയിലൂടെയോ ഡിപ്രഷനിലൂടെയോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക, അല്ലെങ്കിൽ നിർബന്ധമായും അവർക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടാൻ സഹായിച്ചു കൊടുക്കുക. ലിസ്റ്റിൽ ഇനി ഒരു പേരും കൂടി ചേരരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കൊണ്ട് നിർത്തുന്നു. നന്ദി.